നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആട്ടം എന്ന് പറഞ്ഞ മൂവിയിലാണ് ഒത്തിരി അധികം ക്യാരക്ടേഴ്സ് വരിക, അതിനകത്ത് വന്നവനും നിന്നവനും പോയവനും എല്ലാം പെർഫോം ചെയ്യുന്ന ഇത് കണ്ടതായിട്ട്. അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരത്തിലും ഒരു ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും പെർഫോം ചെയ്ത് കണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു ക്രൂവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഇപ്പൊ എല്ലാവരും ഒരു പറ്റുവരെ എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ ആ പുതുമുഖങ്ങളൊക്കെ ഇത്രയും പെർഫോം ചെയ്ത് കണ്ടതും അതുപോലെ തന്നെ അവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കള്ള് ഷാപ്പ് സെറ്റിങ്, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര പുതുമയുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവര് ഇപ്പോൾ അതിൽ ഉപ്രൻ എന്ന് പറയുന്ന ഏട്ടനും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് കള്ളുപിടിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ എവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിൻ്റെ ഒരു അൺസർട്ടനിറ്റി, അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തത്തിലുള്ള ആ സിനിമയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്കിത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരു കറക്റ്റായിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ആ കാസ്റ്റിങ്ങിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ ഈ ഇരിക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ഇരിക്കുന്ന ഒരു രൂപത്തിലൊന്നും അല്ല സിനിമയിലുള്ളത്. കുറെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അത് അങ്ങനെ. അപ്പൊ ആ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേറെ രീതിയിൽ പ്രസന്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പൊ ആ തൃശ്ശൂർ ആക്സെന്റ് ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഭയങ്കര. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടുക ചെയ്യുന്നു. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മൾ നൈറ്റ് ഷൂട്ടുകളായിരുന്നു. അപ്പോൾ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും നന്നാവുക എന്നുള്ളത്, അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ട് വന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം. കുറച്ച് നാൾ മുമ്പ് അവർ വന്നിരുന്നു. കാട്ടിൻ്റെ കുറച്ച് രണ്ടുപേരുണ്ടായിരുന്നു. അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അതിൽ ചെയ്യേണ്ടിണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, കാരണം പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം നന്നായിട്ട്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഈ കോയിൻ പരിപാടികൾ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കാടിൻ്റെ കുറച്ചൊക്കെ നല്ല രസം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റിയലായിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പറഞ്ഞ പോലെ തന്നെ ആയാലും ഭയങ്കര പ്രയാസമൊന്നും ബൈക്ക് പഠിച്ച പോലെ തന്നെ. കുറെ അധികം ചെയ്യാൻ കണ്ടാൽ മനസ്സിലാവല്ലോ. ഇപ്പഴാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോ അങ്ങോട്ട് തെറ്റിപ്പോയല്ലേ അതുപോലത്തെ ഇറങ്ങും. ചെയ്യാനൊക്കെ പറ്റും. അതാണ് വെറുതെ എന്തിനാ വന്നിട്ട് കാണിച്ചില്ല. നീ കാറായിട്ട് വന്ന എങ്ങനെയാണല്ലേ ഒരു ബൈക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചാ. കാടായിട്ട് കിടക്കണ ഞാൻ പറയട്ടെ, ഇതില് 5 മെയിൻ ഡയറക്ടേഴ്സ് ആണുള്ളത്. ഇപ്പൊ അമ്പുക്ക, ഷൈജുക്ക, ശ്രീരാജാണ് ഡയറക്ടർ, സൗഭിക്കും പേശുന്നുണ്ട്. പക്ഷെ ഇവരാരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ശ്രീരാജന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. ഈ ഒരു മൂവിയില് ഈ സ്റ്റോറി അല്ലാണ്ട് ആകർഷിച്ച മറ്റൊരു ഘടകം എന്തായിരിക്കും? ഇതില് സ്റ്റോറി, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലെ ഡയലോഗ്സും കാര്യങ്ങളും, പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ, ഓരോരോ ക്യാരക്ടേഴ്സ്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ. മൊത്തത്തിൽ കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി വന്നുകൊണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാനറിസം കേട്ടപ്പോൾ ഭയങ്കര
കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുമാണല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട അമ്പുക്കാർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി. നേരത്തെ ചോദിച്ചാൽ അതിൽ ഇൻപുട്ടിന് അങ്ങനെ ഉണ്ടായില്ല, സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഡൗട്ടും കറക്റ്റായിട്ടുള്ള ആൻസറും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം. അതെല്ലാം ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസം ആയിട്ട് നമ്മൾ എന്തെടുത്താണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ച് ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരില്ല. നൈറ്റ് തന്നെ അതിനൊരു രൂപം ഉണ്ടായിരുന്നു. സൗബിൻക്ക് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിലാണ് ലോകേഷ് കനകരാജിന്റെ കൂടെ. അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഒന്ന് പറയാമോ? ഇത് തന്നെ ഇത് നമ്മുടെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് ഡയറക്റ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. മെയിൻ റോളാണോ രജനീകാന്തിന്റെ കൂടെ? അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സിന് മെയിൻ റോളാണ്. അതിപ്പോൾ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ്. ഗാങ്സ്റ്റർ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞ? എന്നോട് എനിക്കറിയാം. കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറേ കഥ പറയുമ്പോൾ തന്നെ നമ്മളടുത്ത് ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിലും മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിൻ്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിൻ്റെ കളക്ക പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. ഡ്യൂക്കിന്റെ കൂടെയാണ് ഞാൻ അടുത്ത ഡയറക്ഷനായിട്ട് വരുന്നത്. അത് എന്താണ് 2025-ലാണോ സ്റ്റാർട്ട് ചെയ്യാൻ? ഈ വർഷം ഉണ്ട്. അതന്നെ പറഞ്ഞു, കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടി ഡയറക്ഷനിലോട്ട് കയറി. അതിന്റെ ജോണർ എന്തെങ്കിലും റിവീൽ ചെയ്യാൻ പറയാം, സമയമുണ്ട്. എന്തോരം കിടക്കും. ദുൽഖർ മൂവി തന്നെയാണ് അടുത്ത്. പടത്തില് കുറെ കാലത്തിന് ശേഷമാണ് ഈ സ്ലാസ്റ്റിക് കോമഡിയൊക്കെ നന്നായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഈ പ്രാവിൻകൂട് സിനിമയിൽ ഇപ്പം ബേസിലേട്ടൻ്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കില്ല ചെറുപ്പകാലൊക്കെ, അത് ക്ലൈമാക്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് എന്തെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു. ഒന്നും കണ്ടില്ല, അത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് എന്തായിരുന്നു ആ ചെറുപ്പകാലം അത് ബ്ലഡൊക്കെ കാണിക്കുന്നത്? അതിപ്പോൾ പറയാൻ പറ്റില്ല, സ്പോയിലറല്ലേ. സെക്കൻഡ് പാർട്ടിലാണോ? ഇപ്പം ജയഹയില് ട്രിവാൻഡ്രം സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു സ്ലാങ് ഇപ്പം തൃശ്ശൂർ സ്ലാങ് ആണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു അത്? അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്ലാങ് പിടിക്കാൻ? സ്ലാങ് ഈ ആ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്ന് ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ തൊട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേ അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും പിന്നെ ഡബ് ചെയ്യാനൊക്കെ കുറേ പണിയെടുത്തു. കുറേ ദിവസം ഡബ് ചെയ്തു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഡബ് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് എത്തി. എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്കാ തൃശ്ശൂരാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ പറയുന്ന നമുക്ക് വിചാരിക്കും ഭയങ്കര തൃശ്ശൂരാണെന്ന്, പക്ഷെ ശരിക്കുള്ള തൃശ്ശൂരുകാർ പറയണത് തൃശ്ശൂരാണോ അല്ലയോ. അതുകൊണ്ട് തൃശ്ശൂര് കണ്ടത് ഒരു മീഡിയത്തിലൊരു തൃശ്ശൂർ അത് കേട്ടിട്ടുണ്ട്. സൗജേട്ടാ ഇവിടെ ഇപ്പൊ കൂലിയിൽ അഭിനയിച്ചിട്ട് ഒരു പടം പഠിക്കണമെന്ന് പറഞ്ഞു. ബേസിൽ ചേട്ടന് എങ്ങനെയാ ഇപ്പൊ ഇത്രയും കാലം സക്സസ് കൊടുത്തതുകൊണ്ട് ഇനി ഒരു പടം പിടിക്കുമോ അടുത്ത്? ഉറപ്പായിട്ടും സമയമുണ്ടെങ്കിലും കഥ തല്ലാണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും. സന്തോഷമേ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ബേസിൽ? പറഞ്ഞില്ല പിന്നെന്നാണ് പറഞ്ഞത്. പിന്നെ
കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നിട്ടില്ലല്ലോ ചെമ്പൻചേട്ടനുമായിട്ട് എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു. 1-2 സീനുകൾ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ മൊത്തം സൗഭികമായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ചെമ്പൻചേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കും സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻചേട്ടൻ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും. പക്ഷെ ഭയങ്കര രസമാണ്, സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഇത് പറയുന്ന പോലെ എല്ലാവർക്കും പരിചയമുള്ള സർക്കിളുകളിലൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന, അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരുമിച്ച് വർക്ക് ചെയ്ത് ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ. നല്ല രസമുള്ളൊരു മനുഷ്യനാണ്, നല്ല സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ 2 സീൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷെ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. ഇതിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് ചെമ്പൻചേട്ടൻ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട്, അതിൻ്റെ ചെറിയ ചെറിയ മാനർസങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മറിമായത്തിലൊക്കെ അതായത് മിനി സ്ക്രീനിൽ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് നിയാസിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അത്രത്തോളം വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ആണ്. അതെന്താണ് ഇന്റൻഷനലി അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ അതോ ക്യാരക്ടേഴ്സ് വരാത്തതുകൊണ്ടാണോ? അത് ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. അവര് തരുന്ന വേഷമല്ലേ ഒരു നടന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു വേഷം ഇന്നതാണെന്ന് പറഞ്ഞു തരുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയൊരു സിനിമയാണ് ഇത് ഞാൻ പറയാൻ കാരണം. പ്രാവിൻകൂട് ഷാപ്പ് എന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു തന്നതുപോലെ ഏറെക്കുറെ ഊറുപുലർത്തി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായി എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. ഇനിയും അങ്ങനെയുള്ള ക്യാരക്ടർ വന്നാൽ അത് ചെയ്യാൻ അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ട്. വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. വന്നാൽ ചെയ്യും. എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എടുക്കാറുണ്ടോ? കാരണം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ മുൻപ് ഇപ്പോൾ ജഗതി സാറും അതുപോലെ കുറെ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് ഒക്കെ എടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ? അല്ലെങ്കിൽ ആ മറിമായത്തിന്റെ ആ ഒരു ബാക്ക് ബോൺ ആണോ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഏതാണ് അതിന് കാരണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നോർമലി ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും. അത് ആ ഒരു സമയം അതിനുവേണ്ടി ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യല്ല. അത് എല്ലാ സമയത്തും ആ ഷൂട്ട് കഴിയുന്നവരെയും ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെയൊക്കെ നിലകൊള്ളാൻ പറ്റുമെന്ന് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ആക്ടർ. അത് നമുക്ക് എല്ലാവർക്കും, എല്ലാ നടന്മാർക്കും ഉള്ളൊരു കാര്യമാണ്. അതാണല്ലോ നമ്മുടെ ജോലി. അപ്പം അത് പരമാവധി ശ്രമിക്കാറുണ്ട്. കൂറുപുലർത്തി നിൽക്കാൻ, ആ കഥാപാത്രത്തിനോട് കൂറുപുലർത്തി നിൽക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് പരാജയപ്പെടും. ഭാഗ്യം പോലെ ഇരിക്കും. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. പ്രധാനമന്ത്രി സുരേഷ് ഗോപി സാറൊക്കെയാണ് അങ്ങനെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബേസിലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ പറയാമോ മലയാള സിനിമയിൽ? ക്വിസ് കോമ്പറ്റീഷൻ. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേ ഇൻസ്പെക്ടർ ബൽറാം, പിന്നെ സി.ഡി. മൂസയിലെ ജഗതി ചേട്ടൻ ഉഗ്രനല്ലേ, ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചിട്ട് വന്ദേ ഭാരത്. പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. കാര്യമായിട്ട്. അപ്പോൾ ഡയറക്ടർ സിംഗം മൂഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയുള്ളൂ. അപ്പം ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു, ജിമ്മിൽ ബ്രോ 2 ആഴ്ചയുണ്ട്, സിംഗാവണം. ഇപ്പം അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്ന അന്ന് ഞാൻ പോലീസ് ജീപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു.
അപ്പോൾ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു 2 ആഴ്ചയല്ലേ സാറത് മിക്കവാറും അതാവാനേ വഴിയുള്ളൂ, സിങ്ക് ആവാൻ ഒരു സാധ്യത ഇല്ലെന്നത്. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് സിങ്കുമായിട്ട് സിങ്ക് ആവാനും നോക്കി, അത്രേ. അതാണ് എൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബേസിലേട്ടനെ ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലേട്ടൻ പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ഈ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം, പക്ഷെ എനിക്ക് അതിന് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ബേസിൽ ബ്രോ അപ്പോൾ അടുത്ത ഡയറക്ഷന് വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കുന്ന റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ശക്തിമാനാണോ മിന്നൽ മുരളിയാണോ ഡയറക്ഷന് വേണ്ടി നോക്കുന്നത്? ആകുമ്പോ പറയാം. അങ്ങനെ അതെ, അങ്ങനെ മനസ്സിലായില്ല. അത് ആ സമയമാകുമ്പോ പറയാതെ ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ശരിയായിട്ട് വരും, ഒരാഴ്ച സമയം എടുക്കും. മിന്നൽ മുരളി യൂണിവേഴ്സിൽ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഫിലിം ഷൂട്ടിങ് കഴിഞ്ഞു, ധ്യാൻ ചേട്ടൻ്റെ നായകനാക്കിയിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അപ്പോൾ ഞാൻ ഭാവിയിൽ ടൊവിനോ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഒരുമിച്ചൊരു മിന്നൽ മുരളിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? അറിയില്ല, ഇപ്പം അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഒരു കാര്യം അല്ല, അതറിയാലോ, ആ യൂണിവേഴ്സൊക്കെ അറിയാം, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ യൂണിവേഴ്സൊക്കെ കേട്ടിട്ടുണ്ട്. അറിയാം. ഭാവിയിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? സംഭവിക്കാം. എന്താ വേണ്ടേ? സംഭവിക്കണം, സംഭവിക്കാതിരിക്കണം. സംഭവിക്കണം. ഓക്കെ. കേരളത്തിനേക്കാളും തമിഴ്നാട്ടിലാണ് അവിടുത്തെ ഓഡിയൻസാണ് കൂടുതലായിട്ട്. അതിനുശേഷമാണ് കൂലിയിൽ അഭിനയിക്കുന്നത്. അപ്പൊ അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റിസപ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു സൗദിക്ക്? അല്ലെങ്കിൽ കുട്ടേട്ടനെ അവരെങ്ങനെയാണ്? ഭയങ്കര തികച്ചും വ്യത്യാസമായിട്ടുള്ള, ഞാൻ വിചാരിക്കാത്തതിനും കൂടുതലാണ് അവിടെ. തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അവരുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷ് എന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുള്ള ആൾക്കാർക്ക് വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വരെ റീച്ച് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞതിൽ ഭയങ്കരമായിട്ട് സന്തോഷം. ചെന്നൈയിലൊക്കെ നല്ല ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ, ഭയങ്കര സന്തോഷം. ഇല്ല, എല്ലാവരും പറയുന്നത് എന്താ പറയാ, ഓക്കെ, ഭയങ്കര സന്തോഷമായി. ഇപ്പം അതിൻ്റെ ലാസ്റ്റ് ഇതൊക്കെ അങ്ങനെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം സംസാരിച്ചു, എങ്ങനെയാണ് അതിൻ്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും. പിന്നെ ഗിരീഷ് ത്രൂ ഔട്ട് ലൊക്കേഷൻ്റെ കൂടെ ഉണ്ടല്ലോ, ഗിരീഷ് കാണാതെ. അപ്പോൾ ഗിരീഷിന് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചിദംബരം അടുത്ത മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ സൗബിൻക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാനാ. ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, മൂവിയൊക്കെ അനൗൺസ് ചെയ്തില്ല, കാശി നടക്കണല്ലോ, നടക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കുട്ടിയും അമ്മയൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മ കുട്ടിയാവാനും പറ്റില്ല, പക്ഷെ ഇടക്കിടക്ക് വിളിക്കുന്നില്ല. മലയാള സിനിമയിൽ ബേസിൽ ഷാവ് മറ്റേ ആ ഷേഖാന്റെ വിഷയത്തിൽ ബേസിൽ ഷാവ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മന്ത്രി അടക്കം അതിനകത്ത് വിട്ടു. അപ്പൊ ഈ ബേസിൽ ഷാവ് വിട്ടുപോകാൻ എന്താണ് ഒരു മാർഗം? എന്താണ് അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊറോണ വന്നാൽ ചിലപ്പോൾ ഷെയ്ക്കാൻ്റെ എടുക്കുമായിരിക്കും. അതാണ് പ്രതിവിധി. അല്ല, അതിപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻട്രി ഫീ ഒക്കെ വെച്ച് കേട്ടേണ്ടി വരും. ഇപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. പ്രേക്ഷകരായിരിക്കുന്നത് ആ യൂണിവേഴ്സിലേക്ക് ധ്യാൻ ചേട്ടനും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല, ഒന്ന് ആലോചിക്കണം. കാണാനുള്ള പ്രേക്ഷകരോട് അവസാനമായിട്ട് അപ്പൊ എല്ലാവരും
എന്താ പറയുക, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ല. അതിൽ ചെറിയ ഡാർക്ക് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ജോണറിലാണ് സിനിമ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല, എന്നാൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം, പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ചായ കുടിച്ചിട്ട് കുഞ്ഞിക്കാനൊരു ത്രില്ലർ മൂവിയിൽ അതോ ഗാങ്സ്റ്റർ പടത്തിൽ അവസാനം ഇരിക്കും എന്തായാലും വെറൈറ്റി പരിപാടിയാണ് പ്രേക്ഷകരാഗ്രഹിക്കുന്ന പോലെ. ഓക്കെ ബൈ.